എഥനോൾ ചേർത്തതുപോലെ ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്താനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്ത് ഡീസൽ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ധന ഇറക്കുമതിക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ചുരുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്തുന്നത് നിർബന്ധമാക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിച്ചു വരുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയ സെക്രട്ടറി വി ഉമാശങ്കറാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ഈ വർഷം അവസാനത്തോടെ തന്നെ പുതിയ നയം പ്രഖ്യാപിക്കാനോ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനോ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. രാജ്യത്തെ ഇന്ധന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന തീരുമാനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. CII സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ഉമാശങ്കർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്തുന്ന ആശയം സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇതിനായുള്ള സാങ്കേതികവും ശാസ്ത്രീയവുമായ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സസ്യങ്ങളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുമുള്ള എഥനോളിനെ അടിസ്ഥാനമാക്കി വികസിപ്പിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് ഐസോബ്യൂട്ടനോൾ. പെട്രോളിൽ എഥനോൾ കലർത്തുന്ന രീതി രാജ്യത്ത് വ്യാപകമായി നടപ്പാക്കി വരികയാണ്. അതേ നിലയിൽ ഡീസലിനൊപ്പം ഉപയോഗിക്കാൻ അനുയോജ്യമായ ഇന്ധനമായാണ് ഐസോബ്യൂട്ടനോളിനെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എഥനോളിനെ അപേക്ഷിച്ച് കൂടുതൽ ഊർജ്ജ സാന്ദ്രതയുള്ള ഇന്ധനമാണ് ഐസോബ്യൂട്ടനോൾ. അതിനാൽ വാഹനങ്ങളുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കാതെ മികച്ച പ്രവർത്തനം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഇന്ധന സംഭരണ സംവിധാനങ്ങളിലോ എഞ്ചിൻ ഭാഗങ്ങളിലോ തുരുമ്പുണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ പെട്രോളിയം കമ്പനിയായ ഭാരത് പെട്രോളിയം ഇതിനകം തന്നെ ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്തുന്നതിനുള്ള വിവിധ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിവരികയാണ്. ഇതുവരെ ലഭിച്ച ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഐസോബ്യൂട്ടനോൾ ഡീസലിൽ കലർത്തുമ്പോൾ അത് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നില്ലെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇന്ധനം ഉപയോഗപ്പെടുത്തുമ്പോൾ എക്സ്ഹോസ്റ്റ് സംവിധാനങ്ങളിലും മറ്റ് സാങ്കേതിക ഘടകങ്ങളിലും വലിയ മാറ്റങ്ങൾ ആവശ്യമില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ പെട്രോളിനേക്കാൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ഡീസലാണ്. ചരക്ക് ഗതാഗതം, പൊതുഗതാഗതം, കൃഷിമേഖല, വ്യവസായ മേഖല എന്നിവയെല്ലാം വൻതോതിൽ ഡീസലിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെന്നതിനാൽ തന്നെ ആഗോള വിപണിയിലെ വില വർധനവ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഡീസലിന് പകരം 100% ഐസോബ്യൂട്ടനോളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളുടെ സാധ്യതയും കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇതിനായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അഥവാ ARAIയെ പഠനം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഐസോബ്യൂട്ടനോൾ കലർത്തിയ ഇന്ധനത്തിൽ വാഹനങ്ങൾ ദീർഘകാലം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇന്ധനക്ഷമത, എഞ്ചിൻ ആയുസ്, പരിപാലന ചെലവ് തുടങ്ങിയ കാര്യങ്ങളും ഈ പഠനത്തിന്റെ ഭാഗമാകും. ഐസോബ്യൂട്ടനോൾ കലർത്തിയ ഡീസൽ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുകമലിനീകരണവും കാർബൺ പുറന്തള്ളലും കുറയുമെന്നാണ് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാഹനങ്ങളുടെ പ്രകടനം നിലനിർത്തിക്കൊണ്ട് മലിനീകരണം കുറയ്ക്കാൻ കഴിയുന്ന പരിഹാരമെന്ന നിലയിലാണ് ഐസോബ്യൂട്ടനോൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അതിനാൽ തന്നെ ഡീസൽ മേഖലയിലെ അടുത്ത വലിയ പരിഷ്കാരമായി ഈ നീക്കത്തെ വാഹന ഇന്ധന മേഖലയിലെ വിദഗ്ധർ നോക്കിക്കാണുന്നു. ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്തൽ നിർബന്ധമാക്കുന്ന തീരുമാനം യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ ഇന്ധന ഉപയോഗ രീതിയിലും വാഹന സാങ്കേതിക വിദ്യയിലും അത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. മലിനീകരണം കുറയ്ക്കുക, ഇന്ധന സുരക്ഷ ഉറപ്പാക്കുക, ഇറക്കുമതി ചെലവ് കുറയ്ക്കുക എന്നീ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.